ആഗ്രഹിക്കുന്നത് എല്ലാം നടക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സഹന വഴികളിലൂടെ നടക്കുമ്പോഴും എനിക്ക് എൻ്റെ വിശ്വാസം മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. കനാൻകാരി നമ്മളോട് ഇന്ന് പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. കനാൻകാരി കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിശബ്ദതയായിരുന്നു ഉത്തരം. പക്ഷേ അവളുടെ വിശ്വാസം കളഞ്ഞില്ല എന്നുള്ളതാണ്. വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്തുകയാണ്. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും നിരവധി വഴികളിലൂടെ ഞാൻ കടന്നു പോകും. ചില സമയത്ത് തോറ്റുപോയിട്ടുണ്ടാകാം, കടബാധ്യതകൾ തീർന്നു പോയിട്ടുണ്ടാകില്ല, കുറെ അധ്വാനിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ മടുത്തു തുടങ്ങിയിട്ടുണ്ടാകാം, പരീക്ഷകൾ തോറ്റുപോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വിസ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ സമയത്തൊക്കെ കുറെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. കിട്ടാതെ വരുമ്പോൾ ഒരു മടുപ്പാണ്. അപ്പോഴേക്കും പറയും, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്തിനെങ്ങനെ നടക്കണേ എന്ന് ചിന്തിച്ച് നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നവരാണ്. എന്നാൽ കാനാൻകാരി സ്ത്രീ പഠിപ്പിക്കുന്ന 2 പാഠങ്ങളുണ്ട്. മക്കളെ, നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കരുത്, പ്രാർത്ഥന നിർത്തരുത്. 2, വിനയം കളയരുത്. പ്രാർത്ഥന നിർത്തരുത്, വിനയം കളയരുത്. ഈ 2 കാര്യങ്ങളും ആ അമ്മ നമ്മളെ പഠിപ്പിക്കുക. ജീവിതത്തിന്റെ സഹന വഴികളിലൂടെ കടന്നു പോകുമ്പോൾ, തോറ്റുകിടക്കുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ വരുന്ന നിമിഷങ്ങളിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ, നിശബ്ദതയോടെ കണ്ണുനീര് ആരും കേൾക്കാതിരിക്കുമ്പോൾ, ഓർക്കുക, ഈ കാനാൻകാരി പഠിപ്പിക്കുന്ന 2 കാര്യങ്ങള് വിനയം കളയരുത്, പ്രാർത്ഥന നിർത്തരുത് എന്നുള്ളതാണ്. അവിടെയൊക്കെ നിനക്ക് ഉറക്കെ പറയാൻ പറ്റണം, എൻ്റെ കർത്താവ് എനിക്ക് മതി, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും. പ്രാർത്ഥിക്കാം.